എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള കോഴ്സ് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ ANS സ്കൂളിൽ നിന്ന് BNS സ്കൂളിലേക്കോ അല്ലെങ്കിൽ BN കോഴ്സിലേക്കോ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്കോ ട്രാൻസ്ഫർ കിട്ടിയെന്ന് കരുതുക. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ കിട്ടിയ സമയത്ത് ആ ഒരു കോഴ്സ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കോ ട്രാൻസ്ഫർ കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയിട്ടുള്ള സീറ്റ് റദ്ദ് ചെയ്യപ്പെടും. അതിനുശേഷം പുതിയ സ്കൂളിലേക്ക് അഡ്മിഷൻ തരും. ഇത് ഈ ഒരു രീതിയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കോഴ്സിൽ താല്പര്യമില്ലെങ്കിൽ കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള കോഴ്സിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ, എവിടെയാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് അവിടെ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ജൂലൈ 23-ാം തീയതി വൈകുന്നേരം 4 മണി വരെ മാത്രമാണ് അഡ്മിഷൻ എടുക്കാനുള്ള അവസരം. അതുകൊണ്ട് തന്നെ നാളെ തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം താല്പര്യമുണ്ടെങ്കിൽ പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് ഉണ്ടാവുക, അതിന് വീണ്ടും സ്കൂൾ കോഴ്സ് ഓപ്ഷൻ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ഇതുവരെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് എങ്ങനെ അപേക്ഷ വീണ്ടും നൽകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ വീണ്ടും നൽകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നേരത്തെ നൽകിയതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ ഫോർ ജില്ല, അതായത് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷനുകൾ നിങ്ങൾ ഇപ്പോൾ നൽകിയ ഓപ്ഷൻ നൽകിയ സെയിം രീതിയിൽ തന്നെയാണ് നൽകേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ടും അതുപോലെ വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി ഓപ്ഷൻ നൽകാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു വിദ്യാർത്ഥിക്ക് അതായത് ഒന്നിലധികം ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളും ഓരോ ഓപ്ഷനെ നൽകാൻ പറ്റൂ എന്ന് കരുതി ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഓപ്ഷൻ ആഡ് ചെയ്യുന്നത് സിമ്പിളായിട്ടാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ കാണാം. ഇത് ഫസ്റ്റ് ട്രാൻസ്ഫറിൻ്റെ ആ ഒരു റിസൾട്ട് വന്നതിൻ്റെ ലിങ്കാണ്. അപ്പോൾ ഇതേ ലോഗിൻ തന്നെയാണ്. പക്ഷേ ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത ശേഷം പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ഫോർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. നിങ്ങളുടെ പേര് നൽകാനുള്ള ഒരു ഭാഗം, നിങ്ങളുടെ +1ൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ നൽകാനുള്ള ഒരു ഭാഗം, പിന്നെ അതുപോലെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഭാഗം, അതുപോലെ തന്നെ നിങ്ങളുടെ +1 നിലവിൽ അഡ്മിഷൻ ലഭിച്ചതിൻ്റെ സ്കൂളിലാണ് കിട്ടിയത് ആ സ്കൂളിലേക്ക് കോഡ് നൽകണം. കോഡ് നൽകിയാൽ ഓട്ടോമാറ്റിക്കലി സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് ഈ ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നൽകണം. ഇത്രയും നൽകിയ ശേഷം പിന്നീട് അടുത്ത ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ടാണോ ഫസ്റ്റ് ആയിട്ടാണോ ഓപ്ഷൻ സെറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ആ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകാനുള്ള ഭാഗം. ആ ഒരു കോഡ് നൽകുന്ന സമയത്ത് പിന്നീട് ഓട്ടോമാറ്റിക്കലി സ്കൂളിലെ കോഴ്സിൻ്റെ ലിസ്റ്റ് വരും. ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗം ആഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആദ്യം എല്ലാവിധ ഡീറ്റെയിൽസ് നൽകി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി താഴെ ലിസ്റ്റഡ് ആയിട്ട് വരും. പിന്നീട് അതേ പേജിൽ തന്നെ വീണ്ടും കറക്റ്റായിട്ട് വീണ്ടും അടുത്ത ഓപ്ഷൻ ഏതാണ് വേണ്ടത്, ആ ഒരു സ്കൂളിൻ്റെ കോഡ്, കോഴ്സ് ഏതാണ് എന്നിവ സെലക്ട് ചെയ്ത് വീണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ ഓപ്ഷനും, ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ട്രാൻസ്ഫറിന് വേക്കൻസി അനുസരിച്ചും വേക്കൻസി ഇല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും അടിയിലായിട്ട് കൺഫർമേഷൻ ബട്ടൺ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന മുമ്പായിട്ട് ആപ്ലിക്കേഷനിൽ വല്ല മാറ്റങ്ങളും വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും ഒരു മാറ്റവും ഇല്ലാന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ കോഴ്സിലാണ് ഓപ്ഷൻ വെച്ചത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അതിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് അപേക്ഷിക്കാം. അപ്പോൾ ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക എന്നത് നോക്കാം. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലോ ആണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അല്ലെങ്കിൽ നിലവിൽ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുകയും എന്നാൽ ട്രാൻസ്ഫർ കിട്ടുകയും അതുപോലെ കിട്ടാതിരിക്കുകയും ചെയ്ത ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട എന്നിവയിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ജൂലൈ 24-ന് ശേഷം മാത്രമായിരിക്കും പ്രസിദ്ധീകരിക്കുക, അതായത് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. കാരണം ഈ ഒരു
സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്ന് അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് അതിൻ്റെ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ആരംഭിക്കുക. അപ്പോൾ നിലവിൽ ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എവിടെയാണോ ട്രാൻസ്ഫർ കിട്ടിയത് അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അത് ഫസ്റ്റ് ട്രാൻസ്ഫർ കിട്ടിയ വിദ്യാർത്ഥികൾ ആ ഒരു കിട്ടിയിട്ടുള്ള ആ സ്കൂളിൽ അല്ലെങ്കിൽ കോഴ്സിലേക്ക് പോയിട്ട് അഡ്മിഷൻ നേടുക. നിലവിൽ ഇപ്പോൾ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾക്ക് ഇതുവരെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ ഹയർ സെക്കൻഡറിയിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. അതായത് ഫസ്റ്റ് ഓപ്ഷൻ ഉൾപ്പെടെ സ്പോർട്സ് കോട്ട ഉൾപ്പെടെ ഏതൊരു വിദ്യാർത്ഥിക്കും സെക്കൻഡ് ട്രാൻസ്ഫറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ വീണ്ടും ഇതേ രീതിയിൽ തന്നെ സ്കൂളും കോഴ്സും ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രം സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുക. കാരണം പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫറിന് ശേഷം പിന്നീട് ഒരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ തന്നെ ഈ ഒരു ട്രാൻസ്ഫർ അപേക്ഷ നൽകുകയും ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും മാറുകയും ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.